ഭിന്നശേഷിക്കാരായ കുട്ടികൾ നടത്തുന്ന സ്റ്റാൾ കാണാൻ കലോത്സവ വേദിയിലെത്തുന്ന ആളുകളുടെ പ്രവാഹമാണ്. വാനോളം സ്വപ്നങ്ങളുള്ള കുട്ടികളുടെ കലാസൃഷ്ടികൾ സാമൂതിരിയുടെ മണ്ണിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. ഭദ്ര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 61ാമത് സ്കൂൾ കലോത്സവം ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 24 വേദികളിലായിട്ട് ഞങ്ങളിങ്ങനെ മാറി മാറി ഓരോ കലാവിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റാളുകൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ ഇവിടെ സമം എന്ന പേരിട്ടിട്ട് ഒരു സ്റ്റാള് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് ഇവിടെ ഭിന്നശേഷി കുട്ടികളുടെ അവർ വരച്ച ചിത്രങ്ങളും അവർ തയ്യാറാക്കിയ കലാരൂപങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷത്തിലേക്കാണ് ഇനി കേരള വിഷൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഇത്തരം ഒരു സ്റ്റാള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള അധികൃതരാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. യമുന മാഡത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയതെന്നുള്ളത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവെൻഷനാണ്. ഈ ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് അവരെ പൊതുധാരയിലേക്ക് സെപ്പറേറ്റ് ചെയ്യാതെ പൊതുധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അവരുടെ പ്രവൃത്തി പരമായ കഴിവുകൾ, കലാകായികപരമായ കഴിവുകൾ, അതോടൊപ്പം തന്നെ ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് പ്രത്യേകമായ പാക്കേജുകൾ നൽകിക്കൊണ്ട് ഉള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് അവരെ പൊതുധാരയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഇത് ഗവൺമെൻറ് തന്നെ ഇവർക്ക് പ്രത്യേക അധികമായ സമയവും അധികമായ എല്ലാ അവരുടെ വേഗതയ്ക്കനുസരിച്ചുള്ള ഓരോ അവസരവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മോൻ വരച്ചതാണ് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം. ആ മോൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോവാനോ? ടീച്ചറാണോ? ഓക്കെ, ടീച്ചറാണ്. ഓക്കെ ഒന്ന് പറയുമോ? സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, രഞ്ജിനാണ് പേര്. മോന് തിരുവള്ളൂർ SNHS സ്കൂളിലാണ്. അവൻ സംസാരിക്കാൻ നല്ല പ്രയാസമുണ്ട്. ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. 1ാം ക്ലാസ് മുതൽ ഇപ്പം +2 വരെ അവൻ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എല്ലാ കാര്യവും അവന് പറഞ്ഞാലും മനസ്സിലാക്കാനും അവൻ്റെ കാര്യങ്ങൾ വിനിമയം നടത്താനും ഒരുപാട് കൂട്ടുകാരൊക്കെ അവനുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അഹിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഹിൻ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നമുക്കറിയാം, പ്രധാനമന്ത്രി മോദിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ്. പിന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മോഹൻലാലുണ്ട്, APJ അബ്ദുൽ കലാം സാറുണ്ട്. ഇതാണ് മോൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മേനെയും വരച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി പരിചയപ്പെടാനുള്ളത് മുഹമ്മദ് റിഷാനാണ്. കുട്ടി +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, എന്നാലും ഇത് കണ്ടില്ലേ, ആ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വീടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോനെ, ഇതിൽ ഏതാണ് മോൻ്റെ വീട്? ഇതിൽ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ വീടാണ്. എനിക്ക് തോന്നുന്നു മോൻ്റെ സ്വപ്നം തന്നെയാണ് ഇതുപോലൊരു വീട് എന്നുള്ളത്. ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടാണ് വീട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോൻ്റെ സ്വപ്നം ഭവനം. ഇതെല്ലാം അടുത്തടുത്തുള്ള വീടുകളാണ്. അപ്പോൾ കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ സ്വപ്നം ഇതാണ്, ഇതിലേക്ക് മോനെത്തും. സ്പെഷ്യൽ സ്കൂളിലൊന്നും അല്ല, ഇവർ പൊതുവിദ്യാഭ്യാസ ഇതിൽ തന്നെയാണ് പഠിക്കുന്നത്. അതായത് മറ്റുള്ള സാധാരണ കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടാണ് അവരും വളർന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവരെക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഇദ്ദേഹം മുഹമ്മദ് ഷമ്മാസ് ആണ്. അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഈ പിന്നിൽ ഇങ്ങനെ കാണുന്നത്. ചായം കൊടുത്ത് നല്ല അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മോൻ എത്രയല്ല പഠിക്കുന്നത്? 7ല്. എവിടെ, ഏത് സ്കൂളാണ്? ചോട്ടാ ഭീമിന് ആരാ വരച്ചേ? ചോട്ടാ ഭീം ഫാനാണോ? അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് ഈ മോനാണ്. നമ്മുടെ പതാകയൊക്കെ വരച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കൂട്ടാ. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കലാപരിപാടികളെല്ലാം കാണുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇത്രയും വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി ഇവിടെ കാണുന്നത്. സമം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാളിൽ എത്തിയിട്ട് കേരള വിഷൻ ചാനൽ വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കേരള വിഷൻ്റെ ഭാഗത്തു നിന്നും കേരള വിഷൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ മക്കൾക്ക് നല്ല ആശംസകൾ നേരുകയാണ്. മറ്റ് വിശേഷങ്ങളുമായി കേരള വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും.